അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ പകൽമാന്യന്മാരുടെ മുഖംമൂടിയെല്ലാം അഴിഞ്ഞു വീഴുമെന്ന ഒരു ചൊല്ലുണ്ട്. എന്നാൽ ഇന്നത് മാറി അർദ്ധരാത്രിയിൽ ഒരു തീപിടുത്തമുണ്ടായപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസിൻ്റെ വീട്ടിനകത്ത് സൂക്ഷിച്ചിരുന്ന കോടിക്കണക്കിന് രൂപ കത്തിയമർന്ന സംഭവമാണ്. ഡൽഹിയിലെ ജസ്റ്റിസിൻ്റെ വസതിക്ക് മുന്നിൽ കത്തിപ്പോയ 500 രൂപയുടെ നോട്ടുകളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പാറി നടക്കുകയാണ്. മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. തികച്ചും അസാധാരണമായ സംഭവമാണ് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിലുണ്ടായ തീപിടുത്തവും അവിടെ 15 കോടിയോളം നോട്ടുകെട്ടുകൾ കത്തിപ്പോയി എന്ന സംഭവവും. സുപ്രീം കോടതി അസാധാരണമായ നടപടികളാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ സൈറ്റിലൂടെ നോട്ടുകെട്ടുകൾ തീപിടിക്കുന്ന ചിത്രവും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് സുപ്രീം കോടതി ഈ സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിശദീകരണവും നൽകി. അങ്ങനെ സുപ്രീം കോടതിയുടെ നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത സംഭവമാണ് അരങ്ങേറിയത്. ഇതിനു മുമ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ സ്ത്രീപീഡന കേസുണ്ടായി. ആ സ്ത്രീപീഡന കേസിൽ ആരോപണ വിധേയനായ ചീഫ് ജസ്റ്റിസ് പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെടുകയും അദ്ദേഹം ഇപ്പോൾ രാജ്യസഭ MP ആയി തുടരുകയുമാണ് റിട്ടയർമെൻറ്റിന് ശേഷം. അത്തരമൊരു സംഭവം ഒഴിച്ചാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ഞെട്ടിച്ച, നീതിന്യായ സംവിധാനത്തിൻ്റെ സത്യസന്ധതയെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സ്ഥലത്തില്ലാതിരുന്ന സമയത്താണ് കഴിഞ്ഞ 14-ാം തീയതി തീപിടുത്തമുണ്ടായതും 16-ാം തീയതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അവിടെ സന്ദർശനം നടത്തി അത് സംബന്ധിച്ച റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് നൽകിയതും സുപ്രീം കോടതി ഈ വിഷയം അന്വേഷിക്കാനായി പഞ്ചാബ് ചീഫ് ജസ്റ്റിസും ഹിമാചൽ ചീഫ് ജസ്റ്റിസും കർണാടകയിലെ ജഡ്ജിയായ മലയാളി അനു ശിവരാമനും അടക്കമുള്ള 3-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഇപ്പോൾ ഈ 3-അംഗ കമ്മിറ്റി അന്വേഷണം നടത്തി വരികയാണ്. എന്നാൽ ഇപ്പോൾ ആരോപണ വിധേയനായ യശ്വന്ത് വർമ്മ പറയുന്നത് ഇത് ഗൂഢാലോചനയാണ്. താൻ മടങ്ങിയെത്തിയപ്പോൾ സ്റ്റോർ റൂമിൽ തീപിടുത്തത്തിൻ്റെ അവശിഷ്ടമായ ചാരം മാത്രമാണ് കണ്ടത്. ആരാണ് അവിടെ പണം കൊണ്ടുവച്ചതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ആർക്കും കയറി വരാവുന്ന ഒരു സ്റ്റോർ മുറിയിൽ പണം ആരെങ്കിലും സൂക്ഷിക്കുമോ? അവിടെ നിന്ന് ഒന്നും നീക്കം ചെയ്തിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പോലും കയറി വരുന്ന സ്ഥലമാണ് ആ സ്റ്റോർ റൂം. അതുകൊണ്ട് ഇത് ഗൂഢാലോചനയാണ്. എന്നാൽ സുരക്ഷാ ജീവനക്കാർ കത്തിപ്പോയ നോട്ടുകെട്ടുകൾ മാറ്റിയെന്നും മറ്റുമാണ് റിപ്പോർട്ട്. അതേസമയം തീ കെടുത്തുകയും ഈ നോട്ടുകെട്ടുകൾ കത്തുന്ന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത ഡൽഹി പോലീസ് ആ വീഡിയോ സുപ്രീം കോടതിക്ക് നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വഴി സുപ്രീം കോടതിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ട് പോലും ജസ്റ്റിസ് യശ്വന്ത് വർമ്മ പറയുന്നത് ഇതെല്ലാം ഗൂഢാലോചനയാണ്. അദ്ദേഹം പറയുന്നു, ഒരു ജസ്റ്റിസിനെ, ഒരു ന്യായാധിപനെ സംബന്ധിച്ചിടത്തോളം ഊഹത്തിൻ്റെ പേരിൽ മാത്രം ഇത്തരത്തിൽ വേട്ടയാടാൻ പാടില്ല. മതിപ്പും സ്വഭാവശുദ്ധിയും നഷ്ടപ്പെട്ടാൽ പിന്നെ ന്യായാധിപനായി തുടരുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ചുകൂടി, അദ്ദേഹം ഇത്രയും കാലം നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ചുകൂടി സുപ്രീം കോടതി അന്വേഷിക്കണം എന്നാണ് യശ്വന്ത് വർമ്മ ആവശ്യപ്പെടുന്നത്. എന്തായാലും സാധാരണ ജനങ്ങളുടെ അവസാന പ്രതീക്ഷയാണ് പരമോന്നത കോടതിയായ സുപ്രീം കോടതി, അതുപോലെ ഹൈക്കോടതികൾ. അപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലുണ്ടായ ഈ സംഭവം ന്യായാധിപന്മാരെക്കുറിച്ച്, നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്കുള്ള
എല്ലാ വിശ്വാസങ്ങളും തകർത്ത് കളയുന്നതാണ്. അതുകൊണ്ട് ഈ ആരോപണ വിധേയനായ ജസ്റ്റിസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം ഒരു സംഭവം ഒരു സാധാരണ പൗരൻ്റെ വീട്ടിൽ ഉണ്ടായാൽ എന്ത് നടപടികളാണോ സ്വീകരിക്കുന്നത് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ മാത്യു ജെ നെടുമ്പാറ എന്ന് പറയുന്ന അഭിഭാഷകൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ പേരിൽ FIR ഇട്ട് കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിലുള്ള ഓരോ നടപടിയും നമ്മുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളും കേന്ദ്ര സർക്കാരും എല്ലാം ഉറ്റുനോക്കുകയാണ്. സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത് ഇപ്പോൾ താൽക്കാലികമായി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കോടതി നടപടികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ ഉള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സുപ്രീം കോടതി ആലോചിക്കുന്നത്. അത്തരം ആലോചനകൾ നടക്കുമ്പോൾ തന്നെ തെളിവുകൾ ഒന്നും അദ്ദേഹത്തിനെതിരെ ഇല്ല എന്നതുകൂടി നാം മനസ്സിലാക്കണം. കാരണം ഈ സംഭവം നടന്നപ്പോൾ അവിടെ എത്തിയ ഫയർഫോഴ്സും പോലീസുമെല്ലാം മഹസർ എഴുതേണ്ടതാണ്. ഈ സംഭവങ്ങളെല്ലാം സാക്ഷികളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ആ സമയം ജസ്റ്റിസിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളെ സംഭവത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടതാണ്. അങ്ങനെയുള്ള സാധാരണ നടപടിക്രമങ്ങളൊന്നും പോലീസോ ഫയർഫോഴ്സോ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ യശ്വന്ത് വർമ്മ പറയുന്നത് താൻ നിരപരാധിയാണ്, ഇത് ഗൂഢാലോചനയാണ്, തൻ്റെ സത്യസന്ധത തെളിയിക്കാൻ കൂടി അവസരം നൽകണം. അങ്ങനെ ഒരു ഊരാക്കുടുക്കിലാണ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതിയും എല്ലാം അകപ്പെട്ടിരിക്കുന്നത്. സംഭവ സമയത്ത് അവിടെ എത്തിയ ഫയർഫോഴ്സിൻ്റെ മേധാവി ആദ്യം പറഞ്ഞത് നോട്ടുകെട്ടുകൾ കത്തിപ്പോയിട്ടില്ല എന്നാണ്. പിന്നീട് അദ്ദേഹം അത് തിരുത്തി. ഇപ്പോഴാകട്ടെ കത്തിപ്പോയ നോട്ടുകൾ ഡൽഹിയിലെ തെരുവിലൂടെ പറന്നു നടക്കുകയാണ്.